ഏതച്ഛനും ഏത് മകനെക്കുറിച്ചും അഭിമാനബോധം ഉണ്ടാവും. പക്ഷേ എൻ്റെ അഭിമാനബോധം പ്രത്യേക തരത്തിലുള്ളതാണ്. ഒരു ദുഷ്പേരും എനിക്കുണ്ടാക്കത്തക്ക രീതിയിൽ എൻ്റെ മക്കൾ ആരും പ്രവർത്തിച്ചിട്ടില്ല. അവനെയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മകനാണല്ലോ. അധികാരത്തിൻ്റെ ഇടനാഴികളിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിമാരുടെ മക്കളെ കണ്ടവരായിരിക്കുമല്ലോ നിങ്ങളെല്ലാവരും. എവിടെയെങ്കിലും കണ്ടോ നിങ്ങളവനെ? ക്ലിഫ് ഹൗസിൽ എത്ര മുറിയുണ്ട് എന്ന് പോലും അവൻ അറിയുമെന്ന് സംശയമാണ്. മകന് ക്ലിഫ് ഹൗസിലെ മുറികളുടെ എണ്ണവും അറിയില്ല. അച്ഛന് ക്ലിഫ് ഹൗസ് വിലാസത്തിൽ ED സമൻസ് അയച്ച വിവരവും അറിയില്ല. മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിന് ED സമൻസ് വന്നിട്ടുണ്ടെന്ന പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബിയുടെ നിലപാട് തന്നെ പിണറായി വിജയൻ തള്ളി. അതൊക്കെ നിങ്ങളുടെ വാർത്ത കണ്ടപ്പോൾ വാർത്തയെ മുഖവിലക്ക് എടുക്കുമല്ലോ ആരായാലും. ആ വാർത്തയുടെ കാര്യമായിട്ട് പറഞ്ഞ ഒരു പ്രതികരണമായിരിക്കും. ഈ വസ്തുതകളൊക്കെ മനസ്സിലാക്കി പറഞ്ഞൊരു പ്രതികരണമായിരിക്കില്ലത്. ED സമൻസ് വാർത്തയിലും ഗൂഢാലോചനാ സിദ്ധാന്തം ആവർത്തിച്ച മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിന്റെ ബോംബേറും പരിഹാസത്തോടെ തകർത്തു. തെരഞ്ഞെടുപ്പ് അടുത്തല്ലോ. എൻ്റെ അടുത്ത് കുറച്ച് നാൾ മുൻപ് ഒരാൾ പറഞ്ഞിരുന്നു, ഒരു വലിയ ബോംബ് വരാൻ പോകുന്നുണ്ട് കേട്ടോ, വരട്ടെ അപ്പോൾ കാണാം നമുക്ക് എന്ന് പറഞ്ഞു. പക്ഷെ ഇതൊരു നനഞ്ഞ പടക്കായിപ്പോയി. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് പ്രതിസ്ഥാനത്ത് നിൽക്കെ കൂടുതൽ പ്രതികരണത്തിനില്ല മുഖ്യമന്ത്രി. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അന്വേഷണം നടക്കട്ടെ. അന്വേഷണത്തിന് മുമ്പ് എന്തിനാണ് നമ്മൾ വിധി എഴുതാൻ പോകുന്നത്? കേന്ദ്രമന്ത്രി അമിത്ഷായെ വീട്ടിൽ സന്ദർശിച്ചത് പ്രോട്ടോകോൾ ലംഘനമല്ലെന്നും അടുത്ത ദിവസങ്ങളിൽ നടക്കുന്ന വിദേശയാത്രയ്ക്ക് കേന്ദ്ര അനുമതി ലഭിച്ചെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.